didn't even get to cross. ഹലോ ഗൈസ്, എല്ലാ കൂട്ടർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുമ്പോൾ നല്ലൊരു കിടിക്കാച്ച് സീരീസ് റാങ്ക് മാച്ച് ഗെയിം പ്ലേ ആണ്. നേരെ എവിടാണിത്? മറ്റേ ഒരു സ്ഥലമില്ലേ, അവിടോട്ട് തന്നെ വെച്ച് വന്നു. ഞാൻ ഇവിടെ സാൻഡിനെ വിട്ടിട്ട് നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എവിടെ കറങ്ങി. അപ്പോൾ നമ്മൾ നേരെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ കറങ്ങി. പക്ഷേ ഇവിടെ വലുതായിട്ടൊന്നും എനിമിയും കാണുന്നില്ല. ഞാൻ പ്ലാറ്റിനത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ പ്ലേയേഴ്സൊന്നും അല്ലായിരുന്നു. പക്ഷേ CS ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ സീസൺ, അതുകൊണ്ടാണ് ഇത്ര. ഇല്ലെങ്കിൽ പ്ലാറ്റിനം നമുക്ക് വെറും രൂപകളാണ് വരുന്നത്. അത്ര വലിയ പ്ലേയേഴ്സൊന്നും. ഡ്രസ്സ് കണ്ട് പറയാൻ പറ്റത്തില്ല, കാരണം പഴയ പ്ലേയേഴ്സ് ആയിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് വേറെ അക്കൗണ്ടൊക്കെ തുടങ്ങി വരുന്നതായിരിക്കും. വീണ്ടും പണ്ട് കളി നിർത്തി വരും. ഇവിടെ വെച്ച് ഞാൻ ഡ്രാഗ് കയറ്റാൻ നോക്കുക, ഇവിടുന്ന് ഒന്നും കയറുന്ന പോലും ഇല്ല. ഒത്തനെങ്കിലും കുത്തി പിടിച്ചെങ്കിലും കൊല്ലാന്ന് വെച്ചാൽ അതും കിട്ടത്തില്ല. നമ്മൾ ഇഷ്ടം പോലെ ഡാമേജ് കൊടുക്കും, നമ്മൾ കില്ല് കൊടുക്കും. പെട്ടെന്ന് കണ്ടുപിടിച്ച് സാൻഡിനോ മാറി. ഇവിടെ അവിടെ എനിമി ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഇവിടെ വെച്ച് കണ്ട അതും കുത്തിപ്പിടിച്ചെടുത്തു. വീണ്ടും നമ്മൾ ഇവിടെ വെച്ച് നോക്കും, എനിമിയെ കിട്ടണ്ടേ. ഇവിടെ വെച്ച് ഒന്നും കിട്ടത്തില്ല. പിന്നെ അവന്മാരെടുത്ത് ആ റൗണ്ട് അങ്ങനെ കില്ലൊന്നും എടുക്കാൻ ചുമ്മാ ഇങ്ങോട്ടിട്ട്. പിന്നെ അടുത്ത റൗണ്ട് നേരെ നമ്മൾ കയറി. എവിടെ ഇത് മറ്റല്ല ഏതോ ഒരു സ്ഥലം, അവിടെ ഇവിടെ ആണെങ്കിൽ വലുതായിട്ട്. പക്ഷേ ഇവിടെ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ എനിമി ഇവിടെ ഇതുകൊണ്ട് ഈ സാധനം തുറക്കാനാണ് ഒടുക്കത്തെ പാട്. കണ്ടോ ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നാണ്ട് അങ്ങോട്ട് മാത്രം നോക്കിക്കുന്നു. ഏട്ടാ നെറ്റ് പോയോ? ഇതെന്തുട്ടാ തുറന്നു. നെറ്റ് വന്ന് നേരെ വേണ്ട ഇവിടെ ആയിട്ട് സാൻഡിനോ ഇട്ടിട്ട് നേരെ അങ്ങോട്ട് വെച്ചുപിടിക്കുക. അതുകൊണ്ട് അവിടെ എനിമി അവിടെ നോക്കിയപ്പോൾ ഒരുത്തനൊന്നും അല്ല ഉണ്ട്. അപ്പോഴത്തേക്ക് ഗ്ലൂ ആൾട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒന്നും എനിമിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്ന്. പക്ഷേ ഇവിടെ ചെന്നത് എന്തോത്തിനാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒരടി കൊണ്ടില്ലേ അങ്ങോട്ട് എല്ലാം എനിക്ക് ഇങ്ങോട്ട് ഇരിച്ചിട്ട് പടപടയെന്ന് ഒരു സാവകാശം തന്നില്ല അവന്മാർ. ഞാൻ അവൻ റിവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ബാക്കിൽ എനിമി വന്നു. അവൻ കില്ല് ഫിനിഷ് എനിക്ക് തോന്നുന്നു. എന്തുവരും ആരായാലും ഇപ്പം അങ്ങനെ ഒറ്റയ്ക്ക് കില്ല് ഫിനിഷ് ചെയ്യത്തില്ലേ. റിവൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവനെ ടീമേറ്റിനായിട്ട് ഡെസേർട്ടിട്ടൊക്കെ വെച്ചടിക്കും. ഇവനിലാണ് എനിക്ക് ആകെ ഉള്ളൊരു പ്രതീക്ഷ. പക്ഷേ ഇവനും എനിക്ക് തോന്നുന്നു ഇവനും തുറയ്ക്കും. അത് ഈ റൗണ്ട് മിക്കവാറും നമ്മുടെ ഇന്ന് പോകുമെന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. ഇതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആണ്. കാരണം 13 മിനിറ്റൊക്കെ ഉണ്ട് ഈ സാമാനം. നേരെ ആ ചെറുക്കം മാത്രമേ ഉള്ളതുകൊണ്ട് അവന് ഫുൾ ഡാമേജ് ഇവൻ. എന്നിട്ട് അവനൊന്നും കാണുന്നില്ല. ഞാനപ്പോൾ ടീമേൻ്റെ ഒരുത്തൻ്റെ അടുത്ത് പറഞ്ഞ് ചാടി തറ ഇറങ്ങാൻ. കാരണം ഇപ്പോൾ ഫുൾ ഡാമേജ് ഇല്ല, അപ്പോൾ തറ ഇറങ്ങിയാലേ കാര്യമുള്ളൂ. ഞാൻ നേരെ ഇവിടുന്ന് ആരുടെങ്കിലുമൊക്കെ പറയുക തറ ഇറങ്ങടാ. അങ്ങനെ ഏറ്റവും അവസാനം ഒരുത്തൻ ഇറങ്ങി ഇവ സ്കോപ്പ് ചെയ്തിരിക്കുന്നു, മറ്റേവൻ അടിക്കാൻ നിൽക്കുന്നു. ഇത് എന്താ അവസ്ഥ? ഇതെപ്പം തീരാനാണ്? നമുക്കൊന്ന് കളിക്കണ്ടേ? ഈ റൗണ്ട് കണ്ട് ഇവൻ മെഡിക്കറ്റൊക്കെ അടിക്കുന്നുണ്ട്. നേരെ ഈ ചെറുക്കനിലാണ് എനിക്കൊരു പ്രതീക്ഷ. എന്തുവാ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഈ ബോധി ഇവനാണെങ്കിൽ അത്യാവശ്യം കളിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവൻ പൊട്ടനാണോ എന്ന് എനിക്കറിയത്തില്ല. നെറ്റ് പോയാന്ന് എന്തായാലും പുള്ളിക്കാരെ എലിമിനേറ്റ് എങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ 2 മുട്ട. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് MP5 1 എടുത്തു. പിന്നെ ഇവിടെ മഷ്റൂമും എടുത്ത്. സാൻഡിനായിട്ട് കളിപ്പിക്കാൻ അടിപൊളിയാവുമാരെ. പക്ഷേ ചില സമയത്ത് മോനെ പണി വാളക്കുട്ടാ അവസ്ഥയാണ്. ചില സമയത്ത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ. നേരെ എല്ലായിടത്തും പറഞ്ഞേടാ ഒരുമിച്ച് കളി. ഇമാര് ഇവിടെ നിന്ന് ആകെ 2 പേരെ കണ്ടേ ഉള്ളൂ മലയാളി. ഒരുത്തൻ ബംഗാളിയാന്ന് തോന്നുന്നു. ഒരുത്തൻ ബംഗാളിയാണ്. എന്താ ടെക്സാ അവൻ. ഞാനാണെങ്കിൽ ഒരുത്തനെ ഇവിടെ നോക്കി. പിന്നെ സാൻഡിന് അവിടെ കവറി കിടക്കുന്നുണ്ടോ ഞാൻ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ അവന്മാരവിടെ കറങ്ങുന്ന അവന്മാർക്ക് അടി കിട്ടുന്ന ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ നേരെ സാൻഡിന് തൊട്ട് അപ്പുറത്ത് തന്നെ പോകാൻ വിചാരിച്ചു. കാരണം അവിടെ ഇവിടെ ചെന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. അത്രയ്ക്കും എനിമിയായിരുന്നു ഇവിടെ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മനസ്സിലായിക്കോളൂ. അതുകൊണ്ട് ഒരുത്തൻ നോക്ക് ഇങ്ങോട്ട് നോക്കി ഈ റൗണ്ട് അങ്ങനെ എടുക്കുമെന്ന് തോന്നുന്നു. ഈ അറിയത്തില്ല, എടുക്കുമായിരിക്കും. ഇവിടുന്ന് ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇതാണ് ഇവിടെ വെച്ച് എനിക്ക് പണി പാളുന്നേ.
അതുകൊണ്ട് ഇവിടെ ഞാൻ വിചാരിച്ചുകൊണ്ട് അവിടെ എനിമിയുണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നേ, ചാടി കയറി അടിച്ച്. ഇവൻ നോക്കാം. പക്ഷേ ഈ റൗണ്ട് ഞങ്ങൾ എടുക്കും ഗൈസ്. ഈ റൗണ്ട് ഞങ്ങൾ എടുക്കും. അവനെ നോക്കിയത് വീണ്ടും തറ ചാടി സ്പോട്ട് ഇവിടുന്ന് അടി കിട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ ദേഹത്ത് കൊണ്ടില്ല. അപ്പം ഞാൻ AW എടുത്തേ. AW എടുത്തുകൊണ്ട് ഇവിടെ ഞാൻ സാൻഡിനും ഇട്ട്. ഇവിടെ എനിക്ക് പണി പറഞ്ഞാണ്ടേ. ഇവിടെ ഞാൻ സാൻഡിനും ഇട്ട്. അവിടെ 2 പേരോട് ഞാൻ കണ്ടു. ഞാൻ കണ്ട് ഈ സാധനത്തിൻ്റെ ഇടയിൽ കയറി സാൻഡിനെ പിടിച്ച് വെക്കുക. സാമാനം വർക്കാവുന്നില്ല, എന്തോ എന്ന് പറയണം. നമ്മുടെ ടീമേറ്റിനെ അവിടെ വെച്ച് നോക്കിയത്. ഒരുത്തരം ഉള്ളി റൗണ്ട് അവന്മാരെടുക്കും ഗൈസ്. ഉണ്ടോ ടീമേറ്റിന് നോക്കാം. ഇവൻ മുന്നേ എന്തോ ചെയ്തിട്ടും കാര്യമില്ല. കാരണം കൊണ്ട് അവന്മാർ അത്രയ്ക്ക് ചെയ്തു. M80 2 അടിയൊക്കെ കൊടുത്ത് ഒരുത്തന്നെ നോക്കാമെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. സൈഡിൽ കൂടെ അടിച്ച് കില്ല് ഫിനിഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ സ്പോട്ടിൽ കിട്ടി. ഞാനെങ്കിലും ആ സാൻഡിനോ നോക്കി നിൽക്കുമായിരുന്നുണ്ട്. ഈ സാമാനി കറങ്ങുന്ന സാധനം എടുത്തുകൊണ്ട് പോകണം. കറങ്ങുന്നതൊന്നും വേണ്ട സാമാനി. ചില സമയത്ത് ഇതാ മാപ്പിലേക്ക് പ്രശ്നം. ഇതെനിക്ക് ഈ മാപ്പ് ഇഷ്ടമേ അല്ല, ന്യൂജനല്ല. എനിക്ക് മറ്റേ ബെർമൂഡ അതൊക്കെ എനിക്കിഷ്ടം. എനിക്ക് ബെർമൂഡ മാപ്പ് ഏറ്റവും ഇഷ്ടം. ബെർമൂഡയും പർഗാട്രി. കലാകാരി കുഴപ്പമില്ല. എന്തായാലും ഈ മാപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ മാപ്പ് ചില ഫുള്ളങ്ങ് മോഡേണായിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ ഫോളോ എല്ലാവരും ഒരുമിച്ച് കളിയെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുന്ന്. ഞാൻ എന്നാണ്ട് ഇതുവഴി കയറി പോവാണ് കേസ്. കാരണം മറ്റേ വഴി കറങ്ങി പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഇട്ടിരിക്കും. അപ്പോൾ നമ്മളോട് ഒരുത്തനെങ്കിലും വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ടീമേറ്റ് വരുന്നത് ഞാൻ വരുന്നെന്ന്. അപ്പം ഞാൻ എന്നാണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയപ്പോൾ ഒരുത്തനുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഒരുത്തൻ അവിടെ ചെന്ന് ക്രോണോ ഇട്ടു. അപ്പോൾ ആ ബോംബെല്ലാം തട്ടിപ്പോയി. ഇപ്പോൾ 3 പേര് വന്നേ. ഇനി സീനില്ല. 3 പേര് വന്ന് ഇനി സീനില്ലെന്ന് വിചാരിച്ചൊക്കെ അടിക്കുവാണ്. അവിടെ നോക്കായ വഴി എനിക്കറിയത്തില്ല. എവിടുന്ന ഇതെന്തുവാ എങ്ങനെ ആർക്കറിയാം. നോക്കായ വഴി സ്പോട്ടി ഒരടി അടിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എന്തുവാടാ, ഒരടി കിട്ടത്തില്ല. അതാണ് അവസ്ഥ. നമ്മൾ ഈ ഇവൻ മാത്രമായിട്ട് ഇവൻ എന്തായാലും ഞാൻ ചെയ്യാനൊക്കെ. കാരണം 4 പേരും ഉണ്ട്. അവൻ്റെ M80 2 അടിക്ക് തീരും. കാരണം വെസ്റ്റും ഇല്ല. ഇവൻ്റെ വെസ്റ്റിലാണെങ്കിൽ 2 ഡാമേജ്. അങ്ങനെ നേരെ നമ്മൾ അടുത്ത റൗണ്ട് പോയി. ഈ റൗണ്ടാണെങ്കിൽ ഞാൻ എണ്ണം എടുക്കുന്ന MP5 പിന്നെ വെസ്റ്റും ഹെൽമറ്റും എല്ലാം എടുത്ത്. വെസ്റ്റും ഹെൽമറ്റും പിന്നെ ഒരു ഗ്ലൂവാൾ റിക്വസ്റ്റൊക്കെ അയച്ചിട്ടുണ്ട്. കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇനി തുറക്കാൻ വേണ്ടി നിൽക്കുവാണ്. സാമാനാണെങ്കിൽ തുറക്കത്തില്ല. എത്ര കൊണ്ട് 5 4 ഗണ്ണ് എടുത്തു വേണ്ടി ഇത്ര സെക്കൻഡ് തോന്നുന്നു. എന്നാൽ തുടങ്ങുമ്പോൾ തന്നെ 10-15 സെക്കൻഡ് കൊണ്ടുണ്ട്. അതും തുറന്നു കണ്ട് ഈ ഇവിടെ കണ്ട് സാൻഡിനും ഇടും. പക്ഷേ എന്തോ വാങ്ങാൻ വേണ്ടി എടുത്തേ. പിന്നെ മഷ്റൂം പിന്നാണ്ട് ഇവിടെ സാൻഡിനും ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ എനിമി കാണത്തില്ല രീതി. എനിക്ക് എങ്ങനെയെങ്കിലും ഈ റൗണ്ട് പിടിക്കണം, കില്ലും വേണം. അങ്ങനെ രീതിക്ക് പെട്ടെന്ന് എൻ്റെ ടീമേറ്റിനല്ലേ ഇത്. അപ്പം എനിക്ക് ശരി പുറകെ കൂടെ വരുന്നത്. അപ്പം ഞാൻ പുറകെ ഫുൾ അവന് ഡാമേജ് കൊടുത്തു. അവന് വെസ്റ്റ് ഉള്ളതുകൊണ്ട് 6 കിട്ടുന്നു. അവന് നല്ല ഡാമേജ്. അപ്പോൾ നേരെ മണ്ടേ കൂടെ പോയി ചാടി അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എവിടെ നിന്ന് ഈ ചെറുക്കൻ സ്ഥലം വിട്ടെന്ന് വെച്ചാൽ അപ്പേ വിട്ടുകൊണ്ട് ഇവിടെയൊക്കെ ഞാൻ നോക്കിച്ചു. ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ വീണ്ടും കറങ്ങി നോക്കുവാണ്. ഇവിടെ എങ്കിലും കാണണ്ടേ. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. പിന്നെ അവിടെ ഒളിച്ചിരിക്കുന്നു. പെട്ടെന്ന് കൊണ്ട് ഇവൻ ചാടി എൻ്റെ ഫ്രണ്ടിൽ കയറി വന്നു. അവനെ ഫിനിഷ് ചെയ്തപ്പോൾ അവൻ്റെ എന്തോ M80 ആവേണ്ട കിട്ടി. അങ്ങനെ M80 ചാടി എടുത്തപ്പോഴത്തേക്ക് ടീമേറ്റിനെ അപ്പുറത്ത് നിന്ന് അടിക്കുന്നത്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇപ്പുറത്തൂടെ പോയി അടിക്കാമെന്ന് വിചാരിച്ച് നേരെ ഇപ്പുറത്തൂടെ പോയി. അത് കയറാനും പറ്റുന്നില്ല. അവൻ കയറി. ഇവിടുന്ന് കയറി കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് അടി കിട്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കൊണ്ട് അവിടുന്ന് ഞാൻ അവന് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. അപ്പോൾ അവൻ്റെ കറങ്ങി എപ്പോൾ തീരാനാന്ന് മതി കറങ്ങുന്നത്. നേരെ കയറി ഈ ചെറുക്കന് ഫുള്ള് ഡാമേജ്. അവൻ എന്നെ അടിക്കുമെന്നായപ്പോൾ ഞാൻ നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടുന്ന് M80 ഇട്ട് അടിച്ചപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് അടിക്കും. അപ്പോൾ ഞാൻ പുറകിൽ നിന്നുള്ളവനെ എന്തുവരും എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൻ എന്നെ അടിച്ചു. കാരണം എൻ്റെ ലൈഫ് അത്രയുമേ ഉള്ളൂ. അങ്ങനെ നേരെ അടുത്ത റൗണ്ട് 2-3 ആയി. 2-2 ഇന്ന് കളിയാണ്. പക്ഷേ 2 മുട്ട ഇന്ന് കളി 2-3 എങ്ങനെ ഇരിക്കുന്നു. ഈ റൗണ്ട് നമ്മൾ MP5 മാക്സ് MP5 2 പിന്നെ ലെവൽ വെസ്റ്റും ഹെൽമെറ്റും പിന്നെ ഗ്ലൂവാളും മഷ്റൂമും ഒക്കെ എടുത്ത്. പിന്നെ ഇവിടുന്ന് ഈ സാമാനം തുറക്കാൻ അരമണിക്കൂർ എടുക്കും. അങ്ങനെ ഈ സാമാനം തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് തുറക്കണ്ടേ. ഇവിടെ നേരെ ഇമോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അവന്മാർ Diamond 3 നമ്മൾ Diamond 1 റാങ്കിങ് നോക്കി. നേരെ ഞാൻ ഇവിടെ നിന്ന് ഈ സാമാനം എടുത്ത് കണ്ടേ ഇവിടെ ഇട്ട് എന്തുവാ സാൻഡിനോ. എന്നിട്ട് നേരെ ഇവിടെ കറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടയിലൊന്നും എനിമി ഇതുവരെ വന്നില്ല. അപ്പോൾ എനിമി വരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ മണ്ടയിലൊന്നും എനിമി വന്നില്ല. പക്ഷേ നമ്മളുടെ ടീമേറ്റിന് ഫുഡ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ നേരെ തറയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരുത്ത മണ്ടയിലോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ മണ്ടയിലോട്ട് കയറി വന്നു. അപ്പോൾ തോണ്ടരുത്.
അപ്പോൾ അവനെ നോക്കിയത് കൊണ്ട് കില്ല് ഫിനിഷ് ചെയ്യാൻ ഞാൻ നോക്കുക. അപ്പോഴാണ് അവൻ്റെ ഒടുക്കത്തൊരു ക്രോണോ. അങ്ങനെ വീണ്ടും മെഡിക്കറ്റ് അടിച്ചപ്പോഴത്തേക്ക് ബോംബ്. പക്ഷേ ആ കില്ല് ഫിനിഷ് ആകുമെന്ന് തോന്നുന്നു. അത് ഫിനിഷായി. അങ്ങനെ അടുത്ത എനിമി നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്തെ ടീമേറ്റിന് ഫുഡ് സ്റ്റെപ്സ്. നോക്കിയപ്പോഴത്തേക്ക് അവനെ എനിക്ക് അടിക്കണം, എങ്ങനെയെങ്കിലും അടിക്കണ രീതിക്ക് വേണം. ഇവിടെ നിന്ന് നോക്കിയപ്പോണ്ടേ ഇവിടെയൊക്കെ ഒത്തിരിക്കുന്നു. പക്ഷെ അവനെ അടിച്ചിട്ട് തരില്ല. അവൻ്റെ MP5 മാക്സ് അങ്ങ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നേരെ അവിടുന്ന് അടുത്താണ് നോക്കിയപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ 2 ടീമേറ്റും ഡൗൺ ആയി. അപ്പോൾ ആണ്ട് ഇവൻ്റെ തല ഫുൾ റെഡ് തല. മോനെ അവൻ ഇരുന്ന സ്പോട്ടിൽ എൻ്റെ തല പൊട്ടി. അവനെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ടീമിൻ്റെ ലൈഫ് അത്രേ ഉള്ളേ. എനിക്കാണെങ്കിൽ ഒട്ടും ഇതുമില്ല ആമോ. കാരണം പിന്നെയും രണ്ടുപേരും കൂടെ ഉണ്ട്. അപ്പം കുഴപ്പമില്ല ആമോ. പക്ഷെ ഗ്ലൂ വാളൊക്കെ കുഴപ്പമില്ലല്ല. പെട്ടെന്ന് നമ്മുടെ ടീമേറ്റിന് നല്ല ടീച്ചർ നല്ല അടി കിട്ടി. അപ്പോൾ ഞാൻ നേരെ ഗ്ലൂ വാളിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തനവിടെ. അപ്പോൾ സ്കോപ്പ് ഇത് ഫുൾ റെഡ് അല്ലേ. ഇടയ്ക്ക് ഇച്ചിരി ഡാമേജ് ഉണ്ട്. എങ്കിലും യോഗനെങ്കിൽ അത്യാവശ്യം നല്ല ഡാമേജ് തന്നെ കൊടുത്തവന്. അങ്ങനെ അടുത്ത റൗണ്ട് 3-3 ആക്കി. 3-3 ഈ റൗണ്ട് ഇഷ്ടം പോലെ അൺലിമിറ്റഡ് കോയിനല്ലേ. അപ്പോൾ ഞാനിവിടുന്ന് ഹെൽമെറ്റ് മാക്സ് ആക്കി. പിന്നെ ഗ്ലൂ വാള്, ഗ്രനേഡ്, EP എല്ലാം വാങ്ങി. എനിക്കിനി വാങ്ങുമൊന്നുമില്ല, കാരണം ഇത്ര സാധനമില്ല. അപ്പം എനിക്ക് ഉണ്ട കുറവാണ്. എന്തുവാ ഈ ഗ്രോസൊക്കെ. അപ്പം ഞാൻ നൈസായിട്ട് ഒരു ഗ്രോസയും കൂടെ വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ മറന്നുപോയി. ഞാൻ സാധാരണ അങ്ങനെ വാങ്ങുന്നതാണ്. എന്താ അറിയത്തില്ല, ഈ പ്രാവശ്യം മറന്നു. നേരെ ഇവിടെ നോക്കിയപ്പം ഇവിടെ നോക്കിയിട്ടൊന്നും എനിമയെ കാണുന്നില്ലേ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ എനിമയെ കാണാമെന്നുകൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നു. ഞാൻ ഇങ്ങനെ ഫുൾ സൗണ്ട് മൈക്രോ സ്പീക്കർ ഓഫ് ചെയ്തിടും. അന്നേരം ഫുള്ള് സൗണ്ടാണ് കേൾക്കും നല്ലൊരു പോലെ. അപ്പോൾ ഞാൻ നൈസായിട്ട് കണ്ട് ഇവിടെ മണ്ടേ കയറി നോക്കി. ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം ഫുള്ള് സെറ്റ് ഗ്ലൂ വാളൊക്കെ ഇട്ട് അങ്ങോട്ട് അടിക്കുക. ആ ഒരു രീതി സെറ്റ് ഫുള്ള് ഇവിടെ. അപ്പോൾ നേരെ അടുത്ത റൗണ്ട് അടുത്തടുത്തോട്ട് പോയി നോക്കി. ഇവിടെ പക്ഷേ നമ്മൾ ടീമേനൊക്കെ എനിമയെ കാണുന്നത്. അപ്പം ഞാൻ നൈസായിട്ട് ഇവിടെ ആയിട്ട് സാൻഡിനും ഇടാന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇപ്പോൾ കയറി ചെല്ലുന്ന അപ്പുറത്താണ്. അപ്പം അവന്മാരെന്തോലും ഇഷ്ടം പോലെ പേര് അവിടെ കാണും. അപ്പം ഞാൻ നോക്കി കാണിക്കുന്ന സ്പോട്ടി കൊണ്ടുവരുത്തേ. അവനെ ഞാൻ കുത്തി പിടിച്ച് കൊടുത്തേ. അപ്പോൾ നമ്മൾ ടീമേറ്റ് ഓസൊന്നും വിചാരിച്ചില്ല. പെട്ടെന്ന് ബാക്കിൽ നിന്ന് അടി കിട്ടി. അപ്പോൾ ഞാൻ സാൻഡിനോട്ട് അതേപോലെ ഇവിടെ വന്ന് കില്ല് ഫിനിഷ് ചെയ്ത് വീണ്ടും അവിടെ പോയി നോക്കിയപ്പോഴാണെങ്കിൽ ഇവിടെ വലുതായിട്ട് എനിമയൊന്നും കാണില്ല. പെട്ടെന്ന് നമ്മുടെ ടീമേറ്റ് ഒരാൾ നോക്കാവേ. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് വന്ന് ഗ്ലൂ ആയിട്ട് പൊക്കാന്ന് വിചാരിച്ചു. ഞാൻ കണ്ട് അവിടെ ഒരു എനിമി ഇരിക്കുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് അവിടെ നോക്കി തന്നെ ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഗ്ലൂ വാൾ ഇടാൻ അവിടെ നോക്കി തന്നെ ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ ഗ്ലൂ വാൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് കണ്ടോ നോക്കായ ആ കില്ല് ഫിനിഷായി. ഇനി ഒറ്റ ഒരുത്തനേ ഉള്ളൂ. ഒറ്റൊരുത്തൻ അവനെ എനിക്ക് കിട്ടണമെന്ന് എനിക്കൊരു ഇതുണ്ട്. കിട്ടിയ ഭാഗ്യം. പെട്ടെന്ന് നമ്മൾ 4-ാം നമ്പറിൻ്റെ അടുത്ത് ഫുഡ് സ്റ്റെപ്സേ. ഇനി എന്തുമല്ല എനിക്ക് അതിൽ കിട്ടത്തില്ല. കാരണം അവിടെ ആയില്ലേ മണ്ടേ ഒന്നും കിട്ടത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മണ്ടേലുണ്ട്. ടീമേറ്റിന് ഒരുത്തനെ നോക്കിയത് അവൻ തറ ചാടി. സ്പോട്ടിൽ ഞാൻ കുത്തിപ്പിടിച്ച് ലാസ്റ്റ് ആക്കില്ല കിട്ടി. ഹെഡ് ഷൂട്ട് ഇല്ലാനെ കിട്ടി. അങ്ങനെ ഈ കളി തീർന്നു. ബൈ ഗായ്സ്. खत्म. बाय बाय, टाटा, गुड बाय, गया.